ഹായ് ഹലോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ പ്രേയിങ് ഹാൻഡ്സ് എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ ആണ്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഹാവ് യു എവർ വണ്ടേർഡ് അബൌട്ട് ദ സ്റ്റോറീസ് ബിഹൈൻഡ് ഫേമസ് പെയിൻറ്റിങ്സ്? ഹിയർ ഈസ് എ സ്റ്റോറി അബൌട്ട് ദ ക്ലാസിക്കൽ പെയിൻറ്റിങ് പ്രേയിങ് ഹാൻഡ്സ്. അല്ലേ, എന്താ ഇവിടെ പറയുന്നത്? അതായത് പ്രശസ്തമായ ചിത്രങ്ങളുടെ പിന്നിലെ കഥകളെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അല്ലേ, പ്രേയിങ് ഹാൻഡ്സ് എന്ന ക്ലാസിക്കൽ പെയിൻറ്റിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു കഥയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ് പ്രേയിങ് ഹാൻഡ്സ് എന്ന് പറഞ്ഞാൽ? പ്രാർത്ഥിക്കുന്ന കൈകൾ. നമുക്ക് നോക്കാം. ബാക്ക് ഇൻ ദ 15th century, in a tiny village in Germany, lived the Dürer family with 18 children. Yes, 18. Just to keep food on the table for this big family, the father, who was a goldsmith by profession, worked for almost 18 hours a day. He also took on any other paying job he could find in the neighborhood. Despite their hopeless condition, two of the older children, Albert and Albert, had a dream. They both wanted to pursue their talent for art, but they knew that their father would never be able to send them to study at the academy. എന്താണ് പറയുന്നത്? 15ാം നൂറ്റാണ്ടിലെ ജർമ്മനിയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ 18 കുട്ടികളുള്ള ഒരു ഡ്യൂറർ കുടുംബം താമസിച്ചിരുന്നു. അല്ലേ, അതെ, 18 കുട്ടികൾ. ഈ വലിയ കുടുംബത്തിന് ഭക്ഷണം മേശപ്പുറത്ത് വെക്കാൻ തൊഴിൽപരമായിട്ട് ഒരു സ്വർണ്ണപ്പണിക്കാരനായ അച്ഛനായിരുന്നു അദ്ദേഹം. ഏകദേശം 18 മണിക്കൂർ ജോലി ചെയ്തിട്ടാണ് അദ്ദേഹം കുടുംബം നോറ്റിയിരുന്നത്. അയൽപ്പക്കത്ത് കിട്ടുന്ന ശമ്പളമുള്ള മറ്റേതെങ്കിലും ജോലിയും അയാൾ ഏറ്റെടുത്തു. അയാളുടെ ജോലിയല്ലാതെ വേറെ ഏതെങ്കിലും ജോലി കണ്ടാലും അത് അയാൾ ചെയ്യുമായിരുന്നു. നിരാശാജനകമായ അവസ്ഥ ഉണ്ടായിരുന്നിട്ടും 2 മുതിർന്ന കുട്ടികളായ ആൽബ്രക്റ്റും ആൽബർട്ടും ഒരു സ്വപ്നം കണ്ടു. കലയിൽ തങ്ങളുടെ കഴിവുകൾ പിന്തുടരാൻ അവർ തീരുമാനിച്ചു. അവരുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അതിനെ പിന്തുടരാനും അത് പഠിക്കാനും തീരുമാനിച്ചു. പക്ഷേ അവരാഗ്രഹിച്ചിരുന്നു. പക്ഷേ അവരെ അക്കാദമിയിൽ പഠിപ്പിക്കാൻ അയക്കാൻ അച്ഛന് കഴിയില്ലെന്ന് അവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. After many long discussion, the two boys finally worked out a pact. They would toss a coin. The loser would go down into the nearby mines. His earnings would support his brother to study at the academy. In 4 years, the brother who won the toss would complete his studies. He would then support his brother to go to the academy. If necessary, he would even work in the mines for that. എന്താണ് ഇവിടെ പറയുന്നത്? അങ്ങനെ അവരെന്ത് ചെയ്തു? ഏറെ നേരം നീണ്ട ഡിസ്കഷൻ, അല്ലേ, ചർച്ചകൾക്കൊടുവിൽ 2 ആൺകുട്ടികളും കൂടി ഒരു തീരുമാനം ഉണ്ടാക്കി, ഒരു ഉടമ്പടി ഉണ്ടാക്കി. അവർ ഒരു നാണയം ടോസ് ചെയ്തു. എന്നിട്ട് അതിൽ തോറ്റയാൾ എന്താകും? അടുത്തുള്ള ഖനിയിലേക്ക് ഇറങ്ങും, അതായത് ജോലിക്ക് ഇറങ്ങും. അവൻ്റെ വരുമാനം സഹോദരനെ അക്കാദമിയിൽ പഠിപ്പിക്കാൻ സഹായിക്കും. 4 വർഷം കൊണ്ട് ടോസ് നേടിയ സഹോദരൻ പൂർത്തിയാക്കും പഠനം, അല്ലേ, അവൻ്റെ പഠനം പൂർത്തിയാക്കും. തുടർന്ന് എന്ത് ചെയ്യും? അദ്ദേഹം തൻ്റെ അടുത്ത സഹോദരനെ അക്കാദമിയിലേക്ക് പോകാൻ സഹായിക്കും, പിന്തുണയ്ക്കും. വേണ്ടി വന്നാൽ അതിനായിട്ട് പണിയെടുക്കും, ഖനികളിൽ പോയിട്ട് പണിയെടുക്കും. One Sunday morning after church, they tossed the coin that would determine their future. Albert Dürer, the younger brother, won the toss and went off to the academy. അങ്ങനെ ഒരു ഞായറാഴ്ച രാവിലെ പള്ളി കഴിഞ്ഞിട്ട് അവർ തങ്ങളുടെ ആ ഒരു ഭാവി നിർണ്ണയിക്കുന്ന നാണയം ടോസ് ഇട്ടു, അല്ലേ. അങ്ങനെ ഇളയ സഹോദരൻ ആൽബ്രക്റ്റ് ഡ്യൂററാണ് ആ ടോസ് നേടി അക്കാദമിയിലേക്ക് പോയത്. Albert went down into the dangerous mine and for the next 4 years supported his brother. Albert's work at the academy was almost an immediate sensation. അങ്ങനെ ആൽബർട്ട് അപകടകരമായ ആ ഖനികളിലേക്ക് ഇറങ്ങി. അടുത്ത 4 വർഷത്തേക്ക് തൻ്റെ സഹോദരനെ പിന്തുണച്ചു, അല്ലേ, സഹായിച്ചു. അവന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് അവൻ ജോലിയിൽ ഏർപ്പെട്ടു. അക്കാദമിയിലെ ആൽബ്രക്ട്സിൻ്റെ ജോലി ഏതാണ്ട് ഉടനടി ഒരു
വികാരനായിരുന്നു അല്ലേ, വികാരമായിരുന്നു. ഇനി അടുത്ത് നോക്കാം. ആൽബർട്ട് എച്ചിങ്സ്, ഹിസ് woodcuts and his oil paintings were far better than those of most of his professors. By the time he graduated, he was beginning to earn a considerable fee for his works. എന്താണ് ആൽബ്രിക്സിൻ്റെ കൊത്തുപണികൾ, മരം മുറിക്കലുകൾ, ഓയിൽ പെയിൻറ്റുകൾ എന്നിവ അദ്ദേഹത്തിൻ്റെ മിക്ക പ്രൊഫസർമാരെക്കാളും മികച്ചതായിരുന്നു. ബിരുദം നേടിയപ്പോഴേക്കും എന്താണ് അദ്ദേഹത്തിൻ്റെ ജോലികൾക്ക് ഗണ്യമായ ഒരു പ്രതിഫലം ലഭിക്കാൻ തുടങ്ങിയിരുന്നു. When the young artist returned to his village, the Durer family held a festive dinner on their lawn to celebrate his homecoming. It was a long and memorable meal filled with music and laughter. At the end, Albert rose from his honored position at the head of the table. He drank a toast to his beloved brother for the years of sacrifice that had enabled him to fulfill his ambition. His closing words were, "And now, Albert, blessed brother of mine, now it is your turn. Now you can go to the academy to pursue your dream, and I will take care of you." എന്താ പറയുന്നത്? അങ്ങനെ യുവ കലാകാരന് തൻ്റെ ഗ്രാമത്തിലേക്ക് എത്തിയപ്പോൾ എന്താണ്, ഡ്യൂറർ കുടുംബം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുള്ള ആ വരവ് ആഘോഷിക്കുന്നതിനായിട്ട് അവരുടെ പുൽത്തകിടിൽ ഒരു ഉത്സവ അത്താഴം നടത്തി അല്ലേ. സംഗീതവും ചിരിയും നിറഞ്ഞ ദീർഘവും അവിസ്മരണീയവുമായ ഭക്ഷണമായിരുന്നു അത്. അവസാനം ആൽബർട്ട് മേശയുടെ അറ്റത്തിരുന്നിട്ട് തൻ്റെ ബഹുമാനപ്പെട്ട സ്ഥാനത്ത് നിന്ന് എഴുന്നേറ്റ് തൻ്റെ അഭിലാഷം സാക്ഷാത്കരിക്കാൻ പ്രാപ്തരാക്കിയ വർഷങ്ങളുടെ ത്യാഗത്തിനായി തൻ്റെ പ്രിയപ്പെട്ട സഹോദരന് ഒരു ടോസ്റ്റ് കുടിച്ചു അല്ലേ. അദ്ദേഹത്തിൻ്റെ അവസാന വാക്കുകൾ ഇതായിരുന്നു. അദ്ദേഹം എന്താ പറഞ്ഞത്? ഇപ്പോൾ എന്താണ്, ആൽബർട്ട് എൻ്റെ അനുഗ്രഹീത സഹോദരൻ, ഇനി നിങ്ങളുടെ ഊഴമാണ്. നിങ്ങളുടെ സ്വപ്നം പിന്തുടരാൻ നിങ്ങൾക്ക് അക്കാദമിയിലേക്ക് പോകാം. ഞാൻ നിങ്ങളെ സഹായിക്കാം, പരിപാലിക്കാം എന്നാണ് പറയുന്നത്. All heads turned in eager expectation to the far end of the table where Albert sat. Tears were streaming down his pale face. Shaking his lowered head from side to side, he sobbed and repeated over and over again, "No, no, no, no." Finally, Albert rose and wiped the tears on his cheeks. He glanced down the long table at the faces he loved. എന്താ പറയുന്നത്? എന്താണ്, അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ആകാംക്ഷയോടെ ആൽബർട്ട് ഇരിക്കുന്ന മേശയുടെ അങ്ങേയറ്റത്തേക്ക് തിരിഞ്ഞു അല്ലേ. എല്ലാവരും അവൻ്റെ നേരെ മുഖം തിരിച്ചു. വിളറിയ മുഖത്ത് കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. താഴ്ത്തിയ തല അരികിൽ നിന്ന് വശത്തേക്ക് കുലുക്കി അവൻ കരഞ്ഞുകൊണ്ട് ആവർത്തിച്ചു, "ഇല്ല, വേണ്ട, വേണ്ട, വേണ്ട." ഒടുവിൽ ആൽബർട്ട് എഴുന്നേറ്റ് കവിളിലെ കണ്ണുനീർ തുടച്ചു. നീണ്ട മേശയിലൂടെ അവൻ എന്ത് ചെയ്തു? ഇഷ്ടപ്പെട്ട മുഖങ്ങളിലേക്ക് നോക്കി. Then, holding his hands close to his right cheek, he said softly, "No, brother, I cannot go to the academy. It is too late for me. Look, what 4 years in the mines have done to my hands." അല്ലേ, എന്താ പറഞ്ഞത്? എന്നിട്ട് വലത് കവിളിൽ കൈകൾ ചേർത്ത് പിടിച്ചിട്ട് പതുക്കെ അവന് പറഞ്ഞു, "ഇല്ല സഹോദര, എനിക്ക് അക്കാദമിയിൽ പോകാൻ കഴിയില്ല. എനിക്ക് വളരെ വൈകി. നോക്കൂ 4 വർഷം ഖനിയിൽ കിടന്ന് എൻ്റെ കൈകൾ എന്താണ് ചെയ്തതെന്ന്" എന്ന് പറഞ്ഞിട്ട് കൈ നീട്ടി കാണിച്ചു കൊടുക്കുകയാണ് അല്ലേ. "The bones in every fingers have been smashed at least once. I cannot even hold a glass to return your toast, much less make art on canvas with a pen or brush." ഓരോ വിരലിലെയും എല്ലുകൾക്ക് ഒരിക്കലെങ്കിലും തകർന്നിട്ടുണ്ട്. നിങ്ങളുടെ ടോസ്റ്റ് തിരികെ നൽകാൻ എനിക്കൊരു ഗ്ലാസ് പോലും എനിക്ക് പിടിക്കാൻ കഴിയില്ല.
പേനയോ ബ്രഷോ ഉപയോഗിക്കാനോ ക്യാൻവാസ് ആർട്ട് ഉണ്ടാക്കാനോ ഒന്നും എനിക്ക് കഴിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് എന്താ സംഭവിച്ചത്? മോർ ദാൻ 500 years ഹാവ് പാസ്ഡ്. ബൈ നൗ hundreds of Albert Durer's masterful portraits, pen and silver point sketches, watercolors, charcoals, woodcuts and copper impressions banned in every great museum in the world. But most people are familiar with only one of Albert Durer's works. One day he decided, എന്താണ് 500-ലധികം വർഷങ്ങൾ കടന്നുപോയി. ഇപ്പോൾ എന്താണ് ആൽബർട്ട് ഡ്യൂറയുടെ നൂറുകണക്കിന് മാസ്മരിക ഛായാചിത്രങ്ങൾ, പേന, സിൽവർ പോയിൻ്റ് സ്കെച്ചുകൾ, വാട്ടർ കളറുകൾ, കരി, മരക്കഷ്ണങ്ങൾ, ചെമ്പ് ഇംപ്രഷനുകൾ എന്നിവ ലോകത്തിലെ എല്ലാ മഹത്തായ മ്യൂസിയങ്ങളിലും തൂക്കിയിരിക്കുന്നുണ്ട്. എന്നാൽ ആൽബർട്ട് ഡ്യൂറയുടെ ഒരു കൃതി മാത്രമേ മിക്കവർക്കും പരിചിതമായിട്ടുള്ളൂ, അല്ലേ? ഒരു കൃതി മാത്രം. ഒരു ദിവസം എന്തായി, അവൻ തീരുമാനിച്ചു to pay homage to his brother Albert for all that he had sacrificed. Albert Dürer painstakingly drew his brother's absurd hands with the palms held together with the twin figures stretched skyward. He called his powerful drawing simply hands, but the world renamed his tribute of love as the praying hands. The next time you see a copy of that touching creation, take a second look. Let us remember that no one ever makes it alone. എന്താണ് പിന്നെ സംഭവിച്ചത്? അദ്ദേഹം ത്യാഗം ചെയ്ത എല്ലാത്തിനും തൻ്റെ സഹോദരനെ എന്താണ് ത്യാഗം ചെയ്തു, അല്ലേ? ആൽബർട്ടിന് വേണ്ടിയിട്ട് ആൽബ്രട്ട് ഡ്യൂറർ എന്താണ് തൻ്റെ സഹോദരൻ്റെ ആ കൈകൾ ആകാശത്തേക്ക് നീട്ടിയ നേർത്ത വിരൽ കൊണ്ട്, കൈപ്പത്തികൾ കൊണ്ട് എന്ത് ചെയ്തു, ആ കൈകൾ വരച്ചു, അല്ലേ? അവന് എന്ത് ചെയ്തു, തൻ്റെ ശക്തമായ ആ ഡ്രോയിങ്ങിനെ, അവന് വരക്കുന്ന ആ ഡ്രോയിങ്ങിനെ ഈസി ആയിട്ട് ലളിതമായ കൈകൾ എന്ന് വിളിച്ചു. എന്നാൽ ലോകം അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആ ഒരു ഭാഷയിൽ ആ കൈകൾ എന്താ വിളിച്ചത്? പ്രാർത്ഥിക്കുന്ന കരങ്ങൾ, അല്ലേ? പ്രേയിങ് ഹാൻഡ്സ് എന്ന് പുനർനാമകരണം ചെയ്തു, അല്ലേ? വീണ്ടും അതിനെ വിളിച്ചത് പ്രേയിങ് ഹാൻഡ്സ് എന്നാണ് ലോകം ആ ഒരു ചിത്രത്തെ വിളിച്ചത്. അടുത്ത തവണ നിങ്ങൾ ആ ഹൃദയസ്പർശിയായ സൃഷ്ടിയുടെ ഒരു പകർപ്പ് കാണുമ്പോൾ, അല്ലേ, അപ്പോൾ അത് നമുക്ക് ഓർമ്മ വരും, അല്ലേ? ആരും ഒരിക്കലും ഒറ്റയ്ക്ക് ഉണ്ടാകുന്നില്ലെന്ന് നമുക്ക് ഓർക്കാം. ഇത്രയുമാണ് ഈ പാഠഭാഗത്തിൻ്റെ മീനിങ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓൾ ദ ബെസ്റ്റ്.